ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ, ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന യുവജനങ്ങൾ, മഹിളകൾ, തൊഴിലാളികൾ എല്ലാവരും അമേരിക്കയിലും ലോകമെമ്പാടും ഇന്ന് നടക്കുന്ന ഉയർന്നു വരുന്ന സമാധാന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ യുദ്ധത്തിനെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ, സമാധാനത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യത്തെ ദുർബലപ്പെടുത്തും വിധമുള്ള തീർത്തും അരാഷ്ട്രീയമായ പ്രചരണങ്ങളുണ്ട്. അതിന് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിനെല്ലാറ്റിനും ഒന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഇറാന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാണക്കാട്ടെ ഒരു തങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ ആ പ്രസ്താവനയുടെ താഴെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അമേരിക്കൻ വിരുദ്ധ നിലപാട് അതേ വിഷയത്തിൽ സ്വീകരിക്കുന്ന, ഇടതുപക്ഷത്തിനെതിരെ തെറിയഭിഷേകം നടത്തുകയും ചെയ്യുന്ന ലീഗിന്റെ പ്രവർത്തകർക്ക് മറുപടിയില്ല. അതേ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസുകാർക്കും മറുപടിയില്ല. അമേരിക്ക ഇന്ത്യയുടെ സഹോദര രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് വിധേയമായി ജീവിക്കണമെന്നും വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാർക്കും മറുപടിയില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ മറുപടി മനുഷ്യരോട് മാത്രമാണ്, മനുഷ്യത്വമുള്ളവരോട് മാത്രമാണ്. മനുഷ്യരൂപമുള്ള, മനുഷ്യനെന്ന പദവുമായി ബന്ധമില്ലാത്തവരോട് ഒരു മറുപടിയുമില്ല. പക്ഷേ നിഷ്കളങ്കരായ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നുണ്ട്. അവരിപ്പോ ചോദിക്കുന്നുണ്ട്, ഇറാനിൽ ഖമേനിയുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നിലപാടെടുത്തവരല്ലേ, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയവരല്ലേ, അവരെ ജയിലടച്ചവരല്ലേ? അപ്പോ ആ ഇറാനെ ആക്രമിക്കുമ്പോ, ആ ഖമേനിയെ കൊലപ്പെടുത്തുമ്പോ ആഹ്ലാദിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നവരിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇത്തരത്തിലുള്ള വങ്കത്തരം പറയുന്നതിൽ, അറുവഷളത്തരം പറയുന്നതിൽ ഇവർ മൂന്നുപേരും കൈകോർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് എന്നത് വർത്തമാനകാലത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇറാഖിന് ഐക്യദാർഢ്യവുമായി തെരുവുകളിൽ ഇറങ്ങിയ ഘട്ടത്തിലാണ്. ഇറാഖിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ? കമ്മ്യൂണിസ്റ്റുകാരെ തുറങ്കിലടച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ? കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിച്ച ആ സദ്ദാം ഹുസൈനെ എന്തിനാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യം ഉന്നയിക്കുന്ന മുൻപറഞ്ഞ വിഭാഗങ്ങൾക്ക് ഒരു മറുപടിയുമില്ല, മുൻപറഞ്ഞ കാരണങ്ങളാൽ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരവേലയാൽ സ്വാധീനിക്കപ്പെടുന്ന, രാഷ്ട്രീയമായ മുൻവിധികളില്ലാത്ത മനുഷ്യരോട് ഞങ്ങൾക്ക് സംവദിക്കാനുണ്ട്. എന്താണ് പ്രശ്നം? ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എടുത്ത തെറ്റായ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. പിന്നെയോ ഇത് ലോകസമാധാനത്തിന്റെ പ്രശ്നമാണ്, ഇത് സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പ്രശ്നമാണ്. കുറച്ചുകൂടി ലളിതമായി വ്യക്തമായി പറഞ്ഞാൽ, ഇന്നത്തെ സംഘപരിവാർ ഭരണകൂടത്തെ, ഇന്ത്യൻ ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എല്ലാ നിലയിലും എതിർക്കുന്നവരാണ്.